CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കൗമാര പ്രതിഭകളുടെ കായിക മാമാങ്കത്തിന് കുന്നംകുളത്ത് തുടക്കമായി. പുതിയ വേഗവും ദൂരവും ഉയരവും തേടി 12 ഉപജില്ലകളിൽ നിന്നായി 4000-ഓളം പ്രതിഭകളാണ് മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. റവന്യൂ ജില്ലാ കായികമേള നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി കായികോത്സവ വേദിയിലേക്ക് സംയുക്ത കായികാധ്യാപക സംഘടനയുടെ മാർച്ച്. കായികോത്സവവുമായി സഹകരിക്കുമെന്നും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും കായികാധ്യാപക സംഘടനാ ഭാരവാഹികൾ. കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് സ്റ്റേഡിയത്തിനായി സ്ഥിരം ഫ്ലഡ് ലൈറ്റ് സംവിധാനം സജ്ജമാക്കാൻ ജനറേറ്റർ സഹിതം 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് AC മൊയ്തീൻ MLA CCTVയോട് പറഞ്ഞു. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിലെ സ്വകാര്യ ബസ് പണിമുടക്ക് അവസാനിപ്പിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ കുന്നംകുളം ACP CR സന്തോഷിന്റെ നേതൃത്വത്തിൽ ബസ് ജീവനക്കാരുടെ സംഘടനാ ഭാരവാഹികളുമായി നടന്ന ചർച്ചയിലാണ് തീരുമാനം. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ആളൂർ വില്ലേജിൽ ഓഫീസർ ഇല്ലാതായിട്ട് 2 മാസം പിന്നിട്ടു. വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തുന്ന ജനങ്ങൾ വലയുന്നു. അടുത്തയാഴ്ച മുതൽ എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂളിൽ നടക്കേണ്ട കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം നവംബർ 11, 12, 13, 14 തീയതികളിലേക്ക് മാറ്റിയതായി AEO A മൊയ്തീൻ അറിയിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ ജീർണാവസ്ഥയിലായിരുന്ന സ്റ്റേജ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഉദ്ഘാടനം ചെയ്തു. മുൻ MLA ബാബു M പാലിശ്ശേരിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്റ്റേജ് കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായതിനെ തുടർന്നാണ് ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച 15 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ചത്. വൈദ്യുതി ബോർഡ് ജീവനക്കാരുടെ കുടിശ്ശിക DA ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് യൂണിയൻ INTUC സംസ്ഥാന വ്യാപകമായി നടത്തിയ കരിദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം ഡിവിഷനിൽ പ്രതിഷേധ കരിദിനം നടത്തി. ഗുരുവായൂർ നഗരസഭ വികസന സദസ്സ് ഒക്ടോബർ 18-ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ്സ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ പെലക്കാട്ടുപയ്യൂർ കോളങ്ങാട്ട് പുത്തൻപള്ളി ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനവും 73-ാം ഖാദിരിയ റാത്തീബ് വാർഷികവും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കുമെന്ന് മഹല്ല് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വടക്കേകാട് ഗ്രാമപഞ്ചായത്തിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നേട്ടം 2025 എന്ന പേരിൽ പ്രാദേശിക തൊഴിൽ മേള നടത്തി. പ്രസിഡന്റ് NM കെനമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് 3-ാം കുടുംബസംഗമം അമ്പലപുരത്ത് ചേർന്നു. യോഗം ബ്ലോക്ക് പ്രസിഡന്റ് MJ അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ആത്മ 2025-26 കപ്പാസിറ്റി ബിൽഡിംഗ് പദ്ധതി പ്രകാരം കടവലൂർ കൃഷിഭവൻ പരിധിയിലുള്ള നെൽകർഷകർക്ക് പരിശീലന പരിപാടി നടത്തി. INTUC ദേശീയ ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ചാവക്കാട് ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ഉപസമിതി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ചുമട്ടുതൊഴിലാളി നിയമവും ക്ഷേമനിധി ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുക, തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും ESI പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. TV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.